ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 1. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. ശ്ലോകം 42. ദോഷൈരേതേ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യതേ ജാതിധർമാ കുലധർമാശ്ച ശാശ്വതാ. വിവർത്തനം. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു. ഭാവാർത്ഥം: ജനങ്ങൾക്കായുള്ള സാമൂഹ്യ പുരോഗമന പദ്ധതികളും വർണ്ണാശ്രമധർമ്മം അഥവാ സനാതനധർമ്മം നിർദ്ദേശിക്കുന്ന കുടുംബക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം മനുഷ്യന്റെ ആത്യന്തിക മുക്തിയെ ലക്ഷ്യമാക്കി രൂപീകരിച്ചവയാണ്. നിരുത്തരവാദികളായ സാമൂഹ്യ നേതാക്കൾ ആ സനാതനധർമ്മ പാരമ്പര്യത്തെ തകർക്കുന്നത് സമുദായത്തിൽ കുഴപ്പങ്ങൾക്കിടയാക്കുകയും ക്രമേണ ജീവിത ലക്ഷ്യമായ വിഷ്ണുപദത്തെ തന്നെ ജനങ്ങൾ മറക്കാനിടയാവുകയും ചെയ്യും. അന്ധരായ അത്തരം നേതാക്കളെ പിന്തുടരുന്നവർക്ക് നാശമാണ് ഫലം. ശ്ലോകം 43. ഉത്സന്നകുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാ. വിവർത്തനം. അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരു പരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. ഭാവാർത്ഥം: സ്വാനുഭവത്തെ മുൻനിർത്തിക്കൊണ്ടല്ല, ആധികാരിക വചനങ്ങളെ പ്രമാണമാക്കിയാണ് അർജുനൻ വാദിക്കുന്നത്. അതാണ് ശരിയായ ജ്ഞാനം നേടാനുള്ള മാർഗം. ഏതു വിജ്ഞാന ശാഖയിലായാലും ശരി, അതിൽ നൈപുണ്യമാർജിച്ച ഒരാളുടെ സഹായമില്ലാതെ ആർക്കും അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ പറ്റില്ല. മരണത്തിന് മുമ്പ് പാപകർമ്മങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിശ്ചയമായും അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ വർണ്ണാശ്രമധർമ്മത്തിലുണ്ട്. നിരന്തരം ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രായശ്ചിത്തമെന്ന ഈ പ്രക്രിയ അനുഷ്ഠിക്കണം. അപ്രകാരം ചെയ്തില്ല എങ്കിൽ നിശ്ചയമായും പാപകർമ്മങ്ങൾ മൂലമുണ്ടായ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നതിനായി അയാൾ നരകങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെടും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.